നിയമസഭയുടെ ആഭിമുഖ്യത്തിൽ നിയമസഭാ സമുച്ചയത്തിനുള്ളിൽ തന്നെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ 3-ാം പതിപ്പിൻ്റെ ഭാഗമായ വിശേഷമാണ്. ഒത്തിരി നല്ല പുസ്തകങ്ങളെ പരിചയപ്പെടാനും നിയമസഭാ സമുച്ചയത്തിനുള്ളിൽ പ്രവേശിച്ച് നിയമസഭാ ഹാള് കാണാനൊക്കെയുള്ള അവസരം എങ്ങനെയാണ് വേണ്ടെന്ന് വയ്ക്കുക. നല്ലോർമ്മകളിൽ സൂക്ഷിക്കാൻ പാകത്തിന് നല്ലൊരു ശനിയാഴ്ചയാണ് പുസ്തകോത്സവം സമ്മാനിച്ചത്. ഞാനൊരു പുസ്തകപ്രേമിയൊന്നുമല്ല, എന്നിരുന്നാലും അത്യാവശ്യം പുസ്തകങ്ങളൊക്കെ തേടിപ്പിടിച്ച് വായിക്കാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. പുസ്തകങ്ങളിൽ തന്നെ ജീവിക്കുന്ന, പുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വ്യക്തികളോട് എനിക്ക് എന്നും സ്നേഹമാണ്. സ്നേഹം, കാമം, ഭ്രാന്ത് എന്നീ അവസ്ഥാതലങ്ങളെക്കുറിച്ച് ഏറ്റവും ഇഷ്ടത്തോടെ നോക്കിക്കാണുന്നൊരു മനുഷ്യൻ അതിമനോഹരമായി സംവദിക്കുന്നത് ലൈവ് കാണാൻ പറ്റി. യുവതലമുറയെ സ്വാധീനിക്കുന്ന ചെറുപ്പക്കാരൻ. പതിവിന് വിപരീതമായി ജോപ്പൻ ചിരിപ്പിച്ചെടുത്ത് രമേശ് പിഷാരടി ചിന്തിപ്പിച്ചു. ഇതിന്റെ കറക്റ്റ് പഠനം ആവശ്യമാണ്, അനാലിസിസ് ആവശ്യമാണ്, റെഫറൻസ് ആവശ്യമാണ്. സ്കൂളിലെ സീനിയേഴ്സാണ്, ഇന്ന് പ്രമുഖരാണ്. എന്റെ തടിച്ച കാലിലെ കറുത്തു ചുരുണ്ട രോമങ്ങൾക്കിടയിൽ നിന്ന് അയാളുടെ തിളങ്ങുന്ന കൃഷ്ണമണികൾ ഇടത് കൈകൊണ്ട് പറിച്ചെടുത്ത് ഞാൻ അയാൾക്ക് നേരെ എറിഞ്ഞു. ചിലവഴിച്ച ഏതാനും മണിക്കൂറുകളിൽ തന്നെ ജനപങ്കാളിത്തം കൊണ്ടും ആശയബാഹുല്യം കൊണ്ടും ഈ പുസ്തകോത്സവം എനിക്ക് ഒത്തിരി തിരിച്ചറിവുകളും പുതിയ പരിചയപ്പെടലുകളും സമ്മാനിച്ചു. ജീവിതം ഒറ്റപ്പെട്ട ദുഃഖത്തിൻ്റെ ശബ്ദമില്ലാത്ത ഘോഷയാത്രയാണ്.